इसका पास बोलो हिंदी में बोलो। ഞാനിത് പൃഥ്വിരാജിനോട് പറഞ്ഞു, ഷാജു ഇത് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് പോവാണ്, 130 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ഇതാന്ന് പറഞ്ഞു. അടുത്ത പടത്തിൽ ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഓർത്താണ് പുള്ളി ഇരിക്കുന്നത്. പുള്ളി എങ്ങനെ ഹൈപ്പ് കയറാൻ തുടങ്ങും പുള്ളി. അല്ല ഞാൻ ജനറലി പറഞ്ഞ ഇതാണ് ഇവൻ ഉദ്ദേശിച്ച എലമെന്റ്. മറ്റുള്ളവർ ഇത് ഉദ്ദേശിച്ചോ പുള്ളി എല്ലാ ഡയലോഗ്സും പഠിക്കും. അപ്പൊ ഷാരിസ് വരും പേനായിട്ട്. പുള്ളി എവിടെ നിന്നോ ഷാരിസ് എഴുതുന്നുണ്ടാവും, പുള്ളി എവിടെ നിന്ന് പഠിക്കുന്നുണ്ടാവും. സ്പോട്ടിൽ വരുമ്പോൾ ഷാരിസ് പുതിയ പേപ്പർ എടുക്കും. ദീപക് സാഹിബ് നയ ഡയലോഗ്. ഞാൻ പിന്നെ ഒരു ട്രാക്ക് കൂടെ ഇട്ട് കൊടുത്ത്, ഇത് കുറച്ചുകൂടെ ക്ലാസ് സിനിമ കണ്ടിട്ട് കുറച്ചുകൂടെ ക്ലാസ് ആളുകൾക്കാണ് ഇത് കൂടുതൽ കണക്ട് ആകുന്നത്. അപ്പൊ ഉടനെ എനിക്കും നിനക്കൊക്കെ ഓക്കേടാ, പക്ഷെ മറ്റുള്ളവരുടെ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. നമസ്കാരം. देखब जी कैसा है ना? गुड. आप फर्स्ट टाइम है ना प्रोड्यूसर देखा है? Yeah, first. कैसा देखा है? According to me, Chullam Payal. ചുള്ളൻ പയ്യൻ. ചുള്ളൻ പയ്യൻ. ഇത്രയും ചുള്ളൻ പയ്യനാ? ചുള്ളൻ പയ്യൻ. ഇതെന്താണ്? Yeah. लुक अच्छा है ना? Yes, super. हाँ, अभी कितना फिल्म गया? फर्स्ट टाइम है ना मलयालम सिनेमा? Malayalam is not the first movie. Hmm. I did before also Satya. या Satya I did. Satya. With Jairam sir. जयराम दस. Jairam sir I did. सेकंड फिल्म है मलयाली फ्रॉम इंडिया. Second film. Yeah. मलयाली फ्रॉम इंडिया. इसका स्टोरी अच्छा है ना? See, story when he told me, he didn't tell me the full story. पूरा बताया नहीं था मेरे को. पूरा बता नहीं. मुझे खाली मेरे कैरेक्टर के बारे में बताया कि आपका ये कैरेक्टर है. And the best part is that कि okay, as a artist, if your director is good, so most of your journey is very smooth, you know. तो जो भी किया काम किया whatever it is, it's all thanks to Dijo. दिजो. My contribution is nothing. I'm just speaking the lines, nothing else. That's everything. The shape of the character, how it looks and how he speaks, all thanks to Dijo. दिजो. Yeah. ദിജോ എങ്ങനെയാണ് കണ്ടെത്തിയത് അദ്ദേഹത്തെ? അല്ല, കണ്ടെത്തിയത് കുറെ ഓഡിഷൻ നടത്തി. ആ. നമ്മള് ബോംബെ പോയി, ചണ്ഡീഗഡ് പോയി, കുറെ ഓഡിഷൻ നടത്തി. അപ്പൊ അതില് നമുക്ക് ഇത്ര ഉണ്ടാവല്ലോ, ബോബിയും സാഹിബും തമ്മിലൊരു ഹൈറ്റ് ഡിഫറൻസ്. ബോബി ഇങ്ങനെ നോക്കണം, ഇതായിരുന്നു നമ്മുടെ ഒരു. അപ്പൊ നമ്മളത് നിവിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും നിവിന്റെ സൈഡിൽ നിന്നൊക്കെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അയാള് രൂപത്തിലും ഭാവത്തിലും ഒരു ഘടാഘടിയാണ്. അപ്പൊ അതിനുവേണ്ടി കുറെ തപ്പി നല്ല പൊക്കമുള്ളവർ നോക്കി. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ടിങ് സാധനം കൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് ഒരു വീഡിയോ അയച്ചു. അപ്പോഴാണ് സത്യം പറഞ്ഞ അങ്ങനെ സന്തോഷിന്റെ കെയർ ഓഫില് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടു ബോംബെയില്. കണ്ടപാടെ 2-3 ഡയലോഗ് ഞങ്ങൾ ഓഡിഷൻ നടത്തി ഫിക്സ് ചെയ്തു. ഏതൊക്കെ ഡയലോഗായിരുന്നു? അല്ല, അത് ചുമ്മാ നാച്ചുറൽ ആയിട്ട്. അല്ല എങ്കിലും മലയാളത്തിൽ പറഞ്ഞ ഡയലോഗ്. മലയാളത്തിൽ അറിയാലോ ഏതൊക്കെ ഡയലോഗ് ആയിരിക്കും. അങ്ങനത്തെ 2-3 फर्स्ट टाइम വാക്കുകൾ. मैं बोला ना मलयालम डायलॉग ऑडिशन When I took my audition, तब मेरे को बताया नहीं था कि मैं मलयालम बोलूंगा. मुझे सेट पे लाया गया very nicely. Deepak ji ऐसे है, very nicely. And the main villain is standing there, Santosh. संतोष. Yeah, he's a very big M. I will say proudly, Myra. So मुझे बताया डीजो ने फर्स्ट डे मेरे को एक लाइन दिया, दीपक जी एक लाइन बोला. I spoke that line very nicely. You know? The confidence built up. Next day 3 लाइन दिया. उसके बाद his best crime partner is the Sharis Mohammed, the writer. और एक टाइम पे आकर के इनका कॉन्फिडेंस इतना बढ़ गया कि इन्होंने मेरे को 20-25 लाइंस दिया. पंजाबी का है, बॉडी बिल्डर. दीपक जी आपको मलयालम बोल. एंड द पीपल जो अप्रिशिएट कर रहा है मेरा काम, वो इज लाइक ऑस्कर फॉर मी. पंजाबी गाय स्पीकिंग मलयालम एंड यू अंडरस्टैंड एंड यू गाइस आर अप्रिशिएटिंग इज द ऑस्कर फॉर मी. आई डोंट वांट एनी फिल्म फेयर अवार्ड नाउ. आई एम थ्रू इन माय लाइफ. फर्स्ट डायलॉग क्या है? तोड़कड़ा माइरे. तोड़कड़ा माइरे. തുടങ്ങടാ മെയിലേ. തുറക്കടാ. തുറക്കടാ. तोड़कड़ा.
You have my side. ന്യൂട്രൽ ന്യൂട്രൽ. നിവിൻ ന്യൂട്രലിലേക്കുള്ളൂ അല്ലേ? പക്ഷെ ഭയങ്കര രസമായിരുന്നല്ലോ നിവിന് ഈ ലൊക്കേഷനിൽ നമുക്ക് നോക്കുമ്പോൾ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ കാരണങ്ങൾ ഇദ്ദേഹത്തിനെ പോലെ ഒരു ആക്ടറെ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. അതും പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി പടം കണ്ട എല്ലാവർക്കും റിവ്യൂസിലെല്ലാം പുള്ളിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, മോഡുലേഷൻ, ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പുള്ളി തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. മലയാളം സാഹിബ് തന്നെയാണ് ഇവിടെ വന്ന് താമസിച്ച് കുറേ ദിവസം ടൈം എടുത്ത് ഭയങ്കര പെർഫെക്റ്റ് ആക്കി പുള്ളി അത്ര എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ. അത് ഇറ്റ്സ് സംതിങ് ബിഗ്. Yes, I dub I'm praising you. 8 days, 4 hours, 32 minutes. I still torture. This guy. ജോ അല്ല, നമ്മള് ശരിക്കും പറഞ്ഞാൽ അതാ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു വലിയ സിനിമ ചെയ്യാൻ സാധിച്ചത് പറഞ്ഞ പ്രൊഡക്ഷന്റെ സൈഡിലാണെങ്കിൽ ഈ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ അനുഗ്രഹം. കാര്യം പുള്ളി അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുത്ത് ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ദുബായിൽ ഐ മീൻ ആ മരുഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ കുറച്ച് നേരം ഷൂട്ട് ചെയ്യാൻ പറ്റും. അതെന്ത് ഭയങ്കര വെയിലാവും. അപ്പൊ നമ്മൾ അകത്തോട്ട് വരണം. അത് ഫുൾ സെറ്റാണ്. ഏതാ കണ്ട വീടും. അപ്പൊ അതിന്റെ അകത്ത് ആ ഫാം ഹൗസിന്റെ അകത്തോട്ട് പോകും. പിന്നെ വൈകിട്ട് ഒരു 2 മണിക്കൂർ ഇത്ര പോകും. അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. ഇച്ചിരി ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ഹിമാചലിൽ ഷൂട്ട് ചെയ്യുമ്പോഴും ചണ്ഡീഗറിലും എല്ലായിടത്തും ഭയങ്കര ഒരു. എന്തായാലും നിവിനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഇപ്പോൾ നല്ല സിനിമകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വീണ്ടും തിരിച്ചു വരവെന്ന് നമുക്ക് പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാൻ പറ്റും. വർഷങ്ങൾക്ക് ശേഷത്തിലുള്ള ഒരു വരവ് അതേ ഹൈപ്പിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. മലയാളി ഫ്രം ഇന്ത്യയിൽ എത്തുമ്പോൾ അതേ ഹൈപ്പിൽ നിൽക്കാതെ സ്വന്തമായി അന്ന് തന്നെ വിളിച്ചല്ലേ? ഞാൻ അന്ന് വിളിച്ചിരുന്നു. അന്ന് നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ വിളിച്ചിരുന്നു. സ്വന്തമായി വഴി ഹൈപ്പ് കയറാൻ തുടങ്ങും വിളിക്കും. അല്ലെങ്കിൽ ഞാൻ ജനറലി പറഞ്ഞാണ്. അല്ല ബാക്കി അല്ലെങ്കിൽ ബാക്കി കൂടെ പറയൂ. അത് പിന്നെ പറയാൻ അല്ല പിന്നെ പറഞ്ഞിട്ട് മുന്നോട്ട് വരാം. നമുക്ക് ലിസ്റ്റിനുള്ള പ്രശ്നം ഇതിനകത്ത് ഞാൻ പറയാം. ലിസ്റ്റിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമൊന്നും മുഖത്തില്ല. എന്താന്ന് പറയാൻ പറ്റുമോ? ടെൻഷനാണോ? ടെൻഷൻ ഇല്ല. എന്താന്ന് പറയാൻ പറ്റുമോ? നിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്നുള്ള അതുമല്ല ഡിജോ ഇതിനകത്ത് അഭിനയിച്ചു. എന്തുകൊണ്ട് ലിസ്റ്റിന് അവസരം കൊടുത്തില്ല? അതൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മള് പ്രോമോയിൽ ഉണ്ടായിരുന്നില്ല. അല്ല ഒരു ഫോൺ കട്ട് അല്ലേ? അല്ല അത് വേണ്ട. അങ്ങനെ ഡിജോ മനഃപൂർവ്വം ഒതുക്കിയതാണ് ലിസ്റ്റിനെ. അറ്റ്ലീസ്റ്റ് ആ ചന്ദ്രനിലിരിക്കുന്നെങ്കിൽ എനിക്ക് തരാറുണ്ട്. പൂയിന്ന് വിളിക്കുന്ന ആ പാട്ടിന്റെ അകത്തെ അല്ല വേണമെങ്കിൽ എനിക്ക് തരാമായിരുന്നു. കൊടുക്കാമായിരുന്നു. വലിയ പെർഫോമൻസ് ആവശ്യമില്ലല്ലോ. വെറുതെ ഇരുന്നോളാം. നമ്മളെ ഒതുക്കി കളഞ്ഞു. ഒതുക്കിയെങ്കിലും അത് നന്നായി. നല്ല സിനിമയായിട്ട് തോന്നി. ലിസ്റ്റിനകത്ത് കയറി അഭിനയിച്ചിട്ട് ഏതോ സിനിമയിലൊക്കെ അഭിനയിച്ചതല്ലേ? കറക്റ്റാണ്. ഇതിന് കൗണ്ടർ പറയണമെന്നുണ്ട്. പക്ഷെ ഇത് നാളെ ഇവിടെ വരൂലോ എന്ന് ഓർത്ത് അതുകൊണ്ട് ഉണ്ടായിരിക്കുക. ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ് അല്ലേ? കുറേ ദിവസം ഷൂട്ട്. അതിൽ ടീച്ചറിലൊക്കെ പറഞ്ഞു എന്നെ 84 ദിവസം എത്ര ദിവസം എന്ന് പറഞ്ഞു. 84 ദിവസം നീ ഷൂട്ട് ചെയ്യില്ലേ എന്ന് വളരെ ദേഷ്യപ്പെട്ട് ആ പാട്ടിന് മുമ്പുള്ള ഡയലോഗ്. അത് തന്നെ ഞാൻ ചോദിക്കുകയാണ്, അതിൽ കൂടുതൽ ദിവസം എടുത്തില്ലേ? അതായത് നമ്മൾ അതിന്റെ പ്രൊമോ സോങ്ങിന് ഡയലോഗ് തരാണ്. സോങ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം ഷൂട്ട് ചെയ്തില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചേ, എടാ 86 അല്ലല്ലോ, ഒരു 130 ദിവസം ഷൂട്ട് ചെയ്തില്ലേ? അല്ല ഈ 36 എന്ന് പറഞ്ഞിട്ട് 86 എന്ന് പറഞ്ഞ ഒരു പ്രാസം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞ 36 എന്ന് പറഞ്ഞാൽ 136 എന്ന് പറയുമ്പോഴും പ്രാസം ഉണ്ട്. അത് ബ്രോ പറയണ്ട ബ്രോ, ഞാൻ ലിസ്റ്റ് എന്റെ തലയിൽ കയറും. 86 എന്ന് പറയുമ്പോൾ സേഫ് ആവല്ലോ. അല്ല ഞാനിത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വലിയ സിനിമയാണ്, ഇത് ഓൾമോസ്റ്റ് നമ്മൾ 130 ദിവസം മിച്ചം ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് എന്ന് പറയും. അപ്പോഴാണ് ഇതിന്റെ പാട്ട് ഈവൻ ഇറങ്ങുന്നത്. ലിസ്റ്റിൻ ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ 86 ഡേയ്സ് ആണല്ലോ ഷൂട്ട് ചെയ്തത്. ലിസ്റ്റിൻ വന്നിട്ട് 130 ഡേയ്സാ പറഞ്ഞ എന്ന് ഇവൻ പറഞ്ഞിട്ടേ. അപ്പൊ ഇവനെങ്ങനെ, അതായത് അടുത്ത പടം കിട്ടണല്ലോ, ജീവിക്കണല്ലോ. അതുകൊണ്ടിട്ട് ഇത് മാക്സിമം 86 ഉള്ളൂ എന്ന് കാട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ തീരുമാനിച്ച് ഇത് ശരിയാക്കി കൊടുക്കണം. അടുത്ത ഇന്റർവ്യൂകളിൽ ഇത് ശരിയാക്കി കൊടുക്കണം. അതിന് മുന്നേ ഷൂട്ട് ഞങ്ങൾ ഹിമാചലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ലിസ്റ്റിൻ പറഞ്ഞല്ലോ പടം അന്ന് ഏതാണ്ട് 105-ാം ദിവസം കണ്ടു. അപ്പൊ തന്നെ ലിസ്റ്റ് അവിടെ വെച്ചാൽ 130 ദിവസം. എനിക്ക് എന്റെ ഒരു ധാർമ്മിക എന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണമാണ്. നീ ഇതിൽ കൊണ്ടുപോയി എത്തിക്കുള്ളൂ എനിക്ക് അറിയാം. അതുകൊണ്ടിട്ടാണ് അവസാനം അതിൽ തന്നെ വന്നില്ലേ, എത്തിയില്ല. കൃത്യമായിട്ട് ഏതാണ്ട് ഇത് ലിസ്റ്റിന് അത് കറക്റ്റായിട്ട് നോക്കി തന്നെ ഇത്ര ദിവസം എടുത്തോ ഒരു കുഴപ്പമില്ല. സന്തോഷം അവിടെ ഉണ്ടെങ്കിലും സന്തോഷം ലിജോയുടെ കൂടെ നിൽക്കുമെന്ന് കറക്റ്റായിട്ട് അറിയായിരുന്നു ലിസ്റ്റിന്. എനിക്കൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവൻ പണി പഠിച്ചല്ലോ. ഇനി ബാക്കിയുള്ളവർക്ക് എളുപ്പാ. പ്ലീസ് കണ്ടിന്യൂ. കൊടുത്തു മേടിച്ചോ. നല്ലൊരു കഥാപാത്രം അല്ലേ? നമുക്ക് കേരളത്തിലെ ഷൂട്ടിലേക്ക് പോകാം. കേരളത്തിലുള്ള സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്കുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. കേരളത്തിൽ ഡിജോയ്ക്കും നിവിനും കൂടെ പറയാവുന്നത്, കേരളത്തിൽ നമ്മൾ ഇതിലും കൂടുതൽ ഒരു
നിങ്ങൾ തമ്മിലുള്ള ധ്യാനും നിവിനുമായിട്ടുള്ള കോംബോ ഇതിലും കൂടുതൽ ഒന്നും കൂടെ ഗംഭീരമാക്കണമെന്ന് എനിക്ക് സ്വയം തോന്നിയതിൽ അത് നിങ്ങൾ രണ്ടുപേരും ഒരു മറുപടി വേണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇതിലും കൂടുതൽ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ട് സംസാരിച്ചത്? അതായത് ഇതിന്റെ സെക്കൻഡ് ഹാഫ് മൊത്തം പോകുന്ന വേറൊരു ടെറൈനും വേറൊരു ട്രാക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ നിറച്ചാൽ സെക്കൻഡ് ഹാഫിൽ അത് തീരെ അതില്ലെങ്കിൽ അത് ഭയങ്കര അന്തരമായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഒരു കുറച്ചുണ്ട്, എന്നാൽ ചെറിയ ചെറിയ ചിരി, ഭയങ്കര ലാഫല്ല, പൊട്ടിച്ചിരി അല്ലാതെ ചെറിയ ചെറിയ നുറുങ്ങ് ചിരികൾ നിർത്തിയാൽ മാത്രമാണ് സെക്കൻഡ് ഹാഫിലെയും അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ പ്രൊമോഷൻ്റെ സമയത്താണ് നമ്മൾ ആദ്യമേ മറ്റേ വീഡിയോ ഇറക്കി, പാട്ടിറക്കി, അത് കഴിഞ്ഞിട്ട് പ്രൊമോ സോങ് ഇറക്കിയപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര എൻ്റർടൈനർ പരിപാടി, ഭയങ്കര ഹ്യൂമർ. ഇപ്പം ഫ്ലെക്സും എല്ലാ സാധനങ്ങളും നമ്മൾ രണ്ടുപേരുടെയുമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള എന്തോ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടം എന്നുള്ളൊരു എല്ലാവരും നമ്മളോട് സംസാരിക്കണം. അങ്ങനെ ഒരു ഡിസ്കഷനിലാണ് നമ്മൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ടീസർ നമ്മളൊന്ന് ഇറക്കിയത്. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തതിൽ തെറ്റില്ല, അത് എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അത് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ സിനിമയ്ക്ക് അത് രണ്ട് രീതിക്കും ഹൈദർ പോലും പടം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ നിങ്ങൾ തമ്മിലുള്ള ഹ്യൂമർ പരിപാടിയാട്ടോ ഇത് ചെയ്തത്. സെക്കൻഡ് ഹാഫ് പറഞ്ഞു സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ പറഞ്ഞു തരണം, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ മാറി, അല്ലെങ്കിൽ അത് ഫുൾ അങ്ങനെ ആയി പോകുന്നു നമുക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ജമ്പ് ചെയ്യുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടായാണ്. ഞാൻ അപ്പം തന്നെ ഓൾറെഡി ടെറൈൻ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ജോണറും ഡിഫറെന്റ് ആവുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ അത് ആദ്യമേ പിന്നെ നമ്മുടെ കഥ തുടക്കം മുതൽ ചെറിയൊരു വൺലൈനാണ് പറയാലോ. മൊത്തം കണ്ടു കഴിയുമ്പോൾ അതൊരു ചെറിയൊരു ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ ഹോൾ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് വെറും പ്ലോട്ട് സെറ്റിംഗ് മാത്രമാണ്. സെക്കൻഡ് ഹാഫിലാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ സിനിമയിലോട്ട് ശരിക്കും കിടക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇവർ രണ്ടുപേരും കാരണം ബേസിക്കലി മൽഘോഷാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ഇൻസിഡന്റിലോട്ട് എത്തിക്കുന്നത്. അത് മാത്രമല്ല, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മൾ പഴയ സിനിമകൾ കാണത്തില്ല, അപ്പൊ വീണ്ടും ചില വീട്ടുകാരികളും ചിന്താവിഷ്ട അങ്ങനത്തെ ഒരു ഗതിയിലൂടെ വേണം ഫസ്റ്റ് ഹാഫ് സഞ്ചരിക്കാൻ എന്ന് ഭയങ്കര ക്ലിയർ ആണ്. അല്ലെങ്കിൽ അത് കിട്ടത്തില്ല, അതൊരു ജേർണി അല്ലേ, മൊത്തത്തിൽ ക്ലംസി ആയിപ്പോ. ഇവിടെ കോമഡി അപ്പൊ അങ്ങനെ വന്നാൽ ഇതേ പ്രശ്നം വരും. ഫസ്റ്റ് ഹാഫിൽ ഇത്രയും ചിരിപ്പിച്ചു, സെക്കൻഡ് ഹാഫിൽ ചിരിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ ഒരു ബാലൻസിങ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല, ബാലൻസിങ് ഉണ്ട്. ഹൈദരാബാദി പറഞ്ഞതുപോലെ ഇവര് രണ്ടുപേരും പോസ്റ്റേഴ്സും കാര്യങ്ങളും വന്നപ്പോൾ, പക്ഷെ നമ്മൾ പ്രൊമോയിലും അങ്ങനെ മനഃപൂർവ്വം തന്നെയാണ് ഇവര് രണ്ടുപേരും അങ്ങനെ ഫീച്ചർ ചെയ്ത് നമ്മൾ ഓവറോൾ ചെയ്യാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മലയാളി ആന്തത്തിൽ ആദ്യം ഞാൻ ഇവര് രണ്ടുപേരും വെച്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നിവിനെ മാത്രം വെച്ച് മലയാളി കാര്യം നിവിനാണ് ഈ പടത്തിൽ 360 കൊണ്ടുപോകുന്നത്, ഗോപി എന്ന് പറഞ്ഞത്. അപ്പൊ ഗോപിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വെക്കാന്നുള്ളൊരു സ്ട്രാറ്റജിയിലോട്ട് മാറി. അല്ല, ഗോപിയുടെ കഥാപാത്രം ഈ പറഞ്ഞ കേരളത്തിലാണെങ്കിലും പിന്നെ പുറത്തു പോയി ദുബായിലാണെങ്കിലും കഥാപാത്രങ്ങൾ വ്യത്യസ്തമാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ചെറിയ ചിരികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കോമ്പോയിൽ കുറെ ചിരികളുണ്ട്. ആ സായിബ എന്നുള്ള വിളിയിൽ തന്നെ എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അവിടെ പോയി കണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വേറെ രീതിക്കുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത് കൃത്യമായിട്ടും. അത് പെട്ടെന്ന് മാറ്റി പിടിക്കുമ്പോൾ എങ്ങനെയാണ് നിവിന് തോന്നിയത്? അല്ല, അതിലെ തുടങ്ങിയത് നമ്മൾ തുടങ്ങിയത് അവിടെയാണ്. തുടങ്ങിയത് മരുഭൂമിയിലാണ്. സെക്കൻഡ് ഹാഫ് ആണ് തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫ് ആണ് ആദ്യം തുടങ്ങുന്നത്. ഒരു 40 ഡിഗ്രി 42 ഡിഗ്രി ചൂടിൽ മരുഭൂമിയിൽ ഇട്ട് ഷൂട്ട് ചെയ്ത ആളാണ്. 40 ദിവസത്തിനടുത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല. 16 ദിവസം, ചിലപ്പോൾ 15 ദിവസത്തിൽ തീരെ ഒന്ന് എക്സ്പെക്ട് ചെയ്തോ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ എത്ര 38 ലിസ്റ്റിനെ ഇതൊക്കെ തീർക്കുമല്ലേ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എനിക്കുള്ള ആത്മാഭിമാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി പഠിച്ചല്ലോ, ഇനിയെങ്കിലും പണി പഠിച്ചാൽ മതി എന്നുള്ള സാലേ ഉള്ളൂ. ഇനി എവിടെ പോയി പണിയാം. അതെ അല്ലെ, ലിസ്റ്റിന്റെ കൂടെ നിന്നുകൊണ്ട് എവിടെ പോയി പണിയാം, അതും കൂടെ അങ്ങോട്ടും കൊടുക്കുക. പരിപാടിക്കില്ല, പിന്നെ അത് ഒരിക്കലും പറയാൻ പറ്റൂല. അതല്ലേ കടന്നുറങ്ങണ്ടേ രാത്രിയില് മനസാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടോ. നല്ല സോങ്ങുകൾ, എനിക്ക് സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയെ എടുത്ത് പിടിക്കുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഓരോ സീക്വൻസിലും നിങ്ങളുടെ യാത്രയിലും നിങ്ങളുമുള്ള ആ ഓരോ കോമ്പോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് സിനിമയെ ഒന്നും കൂടെ ഹൈപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല നിവിനും തോന്നിയത്? പാട്ടുകൾ നല്ലതാണ്. എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർക്ക് പാട്ടുകൾ ഇഷ്ടമാണ്. സിനിമയ്ക്കകത്ത് നല്ല പാട്ടുകൾ വന്നാൽ ഇഷ്ടമാണ്. ജെയ്ക്സിൻ്റെ വൺ ഓഫ് ദ നല്ല വർക്കാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ദുബായിൽ വെച്ചിട്ടൊരു ദൈവമേ എന്നുള്ളൊരു സോങ് ഉണ്ട്, അതും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ കൃഷ്ണ സോങ് ആണെങ്കിൽ ഇന്ന് റിലീസ് ചെയ്തത്. പാട്ടുകൾ രസകരമായിട്ട് വന്നിട്ടുണ്ട് പടത്തിൽ. ഈ മഞ്ജു പിള്ളയായിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങളുടെ അത് പറയാതിരിക്കാൻ പോവുകയാണ്. ഒരു അമ്മയും മോനും എന്നുള്ള ആ കോംബോ ഭയങ്കര രസമാണ്. അതിലെ ഏറ്റവും രസകരമായ സിനിമ കാണാത്തവരോട് ഞാൻ ആ ഡയലോഗ് പറയുന്നില്ല, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പൈസ ചോദിക്കുന്ന സാധനം, അത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കയ്യടി കിട്ടിയ സാധനമാണ്. അത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിലുള്ളതാണ്, പക്ഷെ അതിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിവിനും കൂടെ ഇരുന്നു. അങ്ങനെയല്ല, അതിന് മുമ്പത്തെ സീൻ വരെ
അത് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു സെന്റിമെന്റ്സ് ആയിട്ടാണല്ലോ പറയുന്നത്. അമ്മ പേടിക്കണ്ട ഞാനുണ്ട്, ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോ അമ്മ അതിശയത്തോടു കൂടി നോക്കുന്ന ഭയങ്കര സമയത്താണ് ഒരു 100 രൂപ ചോദിക്കുന്നത്. അല്ല അത് ബേസിക്കലി അങ്ങനെ സീൻ അങ്ങനെ തന്നെയായിരുന്നു പ്ലാൻ. അപ്പൊ അതായത് നിവിൻ പോണം, ഗോപി പോയിട്ട് ഗോപി ഇങ്ങനെ നോക്കണം, നോക്കി ഗോപി അത് മനസ്സിലാക്കി ഇമോഷൻ, അപ്പൊ നമ്മൾ മ്യൂസിക്കലി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അത് നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തത്. നേരത്തെ പ്ലാൻ ചെയ്ത ഈ രാഷ്ട്രീയം പക്ക പറയുന്നുണ്ട് ഈ സിനിമ. പൊളിറ്റിക്സ് കൃത്യമായിട്ട് തന്നെ ഡിജോയുടെ എല്ലാ സിനിമ ജനഗണയിലാണെങ്കിൽ ഇതിലുമുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്ററും അതിന് മിടുക്കനാണ്. അത്തരമൊരു രാഷ്ട്രീയം പറയുമ്പോൾ ഡിജോയ്ക്ക് ഒരു ഭയമുണ്ടോ? അല്ല, ഇപ്പോൾ നമ്മൾ മുന്നത്തെ 2 സിനിമയും പ്രേക്ഷകരാണ് നമുക്ക് അതിന്റെ എന്താ പറയുക വിജയം തന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അത് ബേസിക്കലി നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ സന്ദേശം, അങ്ങനെ എത്രയോ സിനിമകൾ, അതെല്ലാം നമ്മളിവിടെ സ്വീകരിച്ചല്ലേ. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളതല്ല, അതിനെ പകരം നമ്മൾ സിനിമയിൽ പറയുന്നത് അങ്ങനെയാണ്. ഗോപിയുടെ കളിയിൽ അല്പവും കാര്യമുള്ള സിനിമയാണ്. അതിനെ ടൂ മച്ച് ആയിട്ട് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമ. കാരണം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അതില്ല. സെക്കൻഡ് ഹാഫിൽ ആകെ ഉള്ള ബ്രദർഹുഡ് മാത്രമാണ്. ഫസ്റ്റ് ഹാഫിലാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. അത് വേണം, എന്നാൽ ഇവന്റെ ആ ഒരു ട്രാവലിനുള്ള ഒരു റീസൺ അവിടെ കൃത്യമായിട്ട്, ആ ഒരു വോളറ്റൈലിറ്റി അവിടെ വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ. നിവിൻ, ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അനുകൂലിക്കുന്നവരുണ്ട്, വിമർശനങ്ങളാണ് കൂടുതൽ വരുന്നവരുള്ളൂ. ഇങ്ങനത്തെ രാഷ്ട്രീയ സിനിമകൾ പറയുമ്പോൾ രാഷ്ട്രീയവും മതവും ചേർത്താലുള്ളൂ സിനിമ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. നിവിൻ ആ ചോദ്യങ്ങളൊക്കെ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ചോദ്യം നിങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിവിൻ? നമുക്ക് ഓരോ സിനിമയും ഒരു സംവിധായകൻ്റെ ഒരു വിഷനാണല്ലോ. എല്ലാവരും എല്ലാ സിനിമകളിലും രാഷ്ട്രീയം പറയില്ല. ചിലത് പ്യുവർ എൻ്റർടൈൻമെൻറ്റ് ഇതിനുള്ളതായിരിക്കും. ചിലതിൽ രാഷ്ട്രീയം ഉണ്ടാവും, ചിലതിൽ വളരെ കൂടുതലുണ്ടാവും. അത് ഒരു സംവിധായകൻ്റെ ഒരു ടേക്കാണത്. അത് സിനിമയ്ക്കൊരു പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ അത് വരുന്നതിൽ തെറ്റില്ല. നമ്മുടെ പടത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നുന്നില്ല. രാഷ്ട്രീയം ഒന്നും കൂടി ചേർന്നാൽ അത് നല്ലതല്ല എന്നല്ല. അതെ, അങ്ങനെയാണ് പറയുന്നത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. അല്ലാണ്ട് ഒന്നിനെയും നമ്മൾ ഓവർ ടൂഡ് ചെയ്ത് പറഞ്ഞിട്ടില്ല. നമ്മളും പറയുന്നത് നമ്മൾ മനുഷ്യരാണ്, ഇതെല്ലാം ഒന്നും എക്സ്ട്രാ ആവരുത്. പക്ഷെ ജനറലി പൊളിറ്റിക്സിന്റെ കാര്യം ഇവൻ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ഡീഗ്രേഡ് ഇപ്പം ഇവനുണ്ടാവും. കാരണം നമ്മൾ എല്ലാ സിനിമ, കാരണം നമ്മൾ ചെയ്ത കഴിഞ്ഞ സിനിമകൾ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട്. കാരണം അതിനൊരു ക്യാമ്പയിൻ പോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കും ഒരു നെഗറ്റീവായിട്ട്. കാരണം നമ്മൾ സിനിമയിൽ എന്താണ് സംസാരിക്കുന്നത്, ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിട്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു കമൻറ്റ് സിനിമയിലൂടെ പറയുന്നുള്ളൂ. ഈ സിനിമ ഓരോ വെള്ളിയാഴ്ച അടുത്തടുത്ത സിനിമകൾ ഇറങ്ങിക്കൊണ്ടിട്ടിരിക്കുക. അത് കാണും പ്രേക്ഷകർ, അത് ഓക്കെ എവിടെയോ കണക്ട് ചെയ്യും, ഒന്ന് ചിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കും. അതങ്ങ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് മറക്കുന്നു. ഇത്രയേ ഉള്ളൂ സിനിമ എന്ന് പറയും. പക്ഷേ വേറെ കുറേ ആൾക്കാർ ഇത് വളരെ ഒരു ഫീലോടുകൂടി എടുക്കുന്നവരുണ്ട്, പറഞ്ഞ് മനസ്സിലായി. അപ്പം ഞാൻ ഡിജോയുടെ തന്നെ പറഞ്ഞു, ഈ പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഈ ചില സാധനങ്ങളൊക്കെ ഈവൻ ഇടുമ്പോൾ എടാ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് നമുക്ക് വരും കേട്ടോ. കാര്യം വേറൊന്നും ആയിട്ടല്ല, സിനിമ നല്ലതാണെങ്കിൽ കൂടെ വന്നിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് വരും. അപ്പം ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്ററൊക്കെ നമ്മളോട് എന്താ പറയുക, ഇല്ല ഇത് സിനിമയല്ലേ, അപ്പം അതങ്ങ് പറയും, അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വിടും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പറഞ്ഞ് എടുക്കും. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത മാറ്ററൊന്നും അല്ല. ഈ ദിവസം കൂടുന്നവരും നിവിനുമായിട്ട് ലിസ്റ്റിൻ സംസാരിക്കാറുണ്ടല്ലോ, ഷൂട്ടിംഗ് ദിവസം കൂടുന്നുണ്ടല്ലോ. അപ്പം നിവിൻ എന്താ പറയാറുള്ളത് ലിസ്റ്റിൻ്റെ അടുത്ത്? ഞാൻ ലിസ്റ്റിനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്പർ ഓഫ് ഡേയ്സ് ഒന്ന് കുറയ്ക്കുക. ലിസ്റ്റും പറയും നിവിനെ നീ എങ്ങനെയാണ് പറഞ്ഞ പരിപാടി, നീ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കും, നമ്മൾ പരസ്പരം അങ്ങോട്ടും പറയും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അത്. നമുക്ക് ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ടൈം ബൗണ്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ഒരു പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടണം, അതിൻ്റെ ഒരു ടൈമിങ് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ മൊത്തത്തിൽ അതൊരു സെറ്റായി വരണം. അല്ലടാ ഈ പറഞ്ഞ 7 പാട്ടുണ്ട്. അല്ലടാന്ന് പറഞ്ഞൊരു ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടില്ല അല്ലേ? ലിസ്റ്റ് കണ്ടായിരുന്നോ? അല്ലടാന്ന് വെച്ചിട്ട് ചിരി ഉണ്ടായിരുന്നേ. ബേസിക്കലി എന്താ വെച്ചാൽ ഇത്രയും സോങ്സ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ 3 പാട്ട്, സെക്കൻഡ് ഹാഫിൽ 3 പാട്ട്, പിന്നെ ലൊക്കേഷൻസ്. അതായത് പറഞ്ഞു ഇതൊരു യാത്രയാകുമ്പോൾ ഇത്രയും സ്ഥലത്ത് പോയി നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ സമയം പോകും നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ നമ്മളത് തീർക്കാൻ നോക്കിയാൽ നമുക്ക് കുറേ കൂടി ഈസിയാവും. ഞാനിത് പൃഥ്വിരാജിനോട് പറഞ്ഞു, രാജു ഇത് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് പോവാണ്, 130 ദിവസം കഴിഞ്ഞു ഷൂട്ട് ഇതാന്ന് പറഞ്ഞു. അടുത്ത പടത്തിൽ ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്ന് ഓർത്താണ് പുള്ളി ഇരിക്കുന്നത്. ഇത് എന്താണ് ഇവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാലോ എന്ന് ഓർത്ത്. കാരണം ലൂസിഫർ പോലും 100 ദിവസം കൊണ്ടിട്ട് പുള്ളി തീർത്തു. ഈ 130 ദിവസത്തെ ഷൂട്ട് ചെയ്ത സിനിമ ഒന്ന് വെയിറ്റ് ചെയ്യാണ് പുള്ളി ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തു വെച്ചതെന്നുള്ളത്. ഇവന് വേറെ പടം കമ്മിറ്റ് ആയിട്ടില്ല ഇതുവരെ. അതുവരെ ഇവൻ നീട്ടിക്കൊണ്ടിട്ടേ ഇരിക്കുക, സീനുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. കേട്ടില്ല ഇന്റർവ്യൂ പ്രൊമോഷൻ ചെയ്യാന്നുള്ളത് നിന്റെ ഐഡിയ ആയിരുന്നില്ല? ഇപ്പൊ സമാധാനമായി
മൊത്തത്തിലേ ആ, അതെ. നീ ഒരു 125 ദിവസം കുറച്ച് നീ പടം ചെയ്യില്ല എന്ന് എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് നമ്മൾ സാധിച്ചു. അത്ര ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയല്ല, അടുത്ത പടം ചെയ്യാൻ വരുന്ന നിർമ്മാതാവ് ഇതാണ് ഐറ്റം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയുക. അറിയാതെ വന്ന് പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ അറിയിച്ചു കൊടുത്തു. തീർച്ചയായിട്ടും അത് അറിയിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കൃത്യമായിട്ട് തന്നെ അറിയിക്കേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്തു. അത് എത്തിക്കണല്ലോ, അത് നമ്മുടെ ഒരു ചുമതലയല്ലേ. പക്ഷെ നമ്മളും ഒരുമിച്ച് അടുത്ത പടം ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും അറിയണം. അടുത്ത പടം ഒരുമിച്ച് നിങ്ങൾ ചെയ്യാൻ പോവല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ഉടനെ തന്നെ ഉണ്ടാവുമോ? അല്ല, അതില്ല, ഈ അതിപ്പോ ജനഗണയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതല്ല ഇനി അടുത്ത ചെയ്യേണ്ട ഉടനെ? ചെയ്യേണ്ടതുണ്ട്, പക്ഷെ അതിന്റെ ഒരു പൂർണ്ണ സ്ക്രിപ്റ്റല്ലായി വരണല്ലോ. ഡിസ്കഷൻ ഒക്കെ നടക്കുന്നു. ജനഗണമന പോലത്തെ ഒരു സിനിമയ്ക്ക് തന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്ത് അതിന്റെ ഫൈനൽ പ്രോസസ്സിൽ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയാണ്. നിവിൻ ഈ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിലെ കുറേ ഡയലോഗുകളാണല്ലോ നിവിനാക്കി മാറ്റിയ പോലെ. അതിലെല്ലാം നിവിൻ എന്താണെന്ന് പറഞ്ഞു വെക്കുന്നു. അത്ര ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നിവിൻ എന്താണ്, ഞാൻ തന്നെയാണോ ഇത് എന്ന് ഒരു സംശയമില്ല തോന്നിയോ? ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് അറിയാലോ, ഇത് ക്യാമറ നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെയാണ്. മാത്രമല്ല ബിഗ് സ്ക്രീനിലാണ് കാണുന്നത്, അപ്പം ഒരു ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇത്തിരി ടൂ മച്ച് ആണോ എന്ന് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ വിനീതായിട്ട് ഇരുന്നു. വിനീത് ചോദിച്ചു, വിനീത് ഇച്ചിരി കുറച്ച് ഇതല്ലേ, ആദ്യം കുറച്ചും കൂടി ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞില്ലടാ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിനീതിന് വീട്ടിൽ പോയി കണ്ടു. അപ്പോഴും സംസാരിച്ചു, പിന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ 2-3 പ്രാവശ്യം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു വിനീതിനെ തോന്നി ഇനിയിപ്പം എന്തെങ്കിലും ഇവന് തോന്നുന്നുണ്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യം മാറ്റി അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡയലോഗ്സും പറയുന്ന രീതിയെല്ലാം ഇത്തിരി മാറ്റി. അപ്പോൾ കുറച്ച് സേഫായി, ഒരു സേഫ് ഇതിലാണ്, ആരെയും അങ്ങനെ ഇത് പറയുന്നില്ല. എന്നാലും ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, ഇത് എങ്ങനെ എടുക്കുന്നു ഉണ്ടായിരുന്നു. വിനീത് പറഞ്ഞു വിശ്വസിച്ച് നീ വാ, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ വിനീതിനെ വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്തു. അല്ല, ആ വിശ്വാസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ആ സിനിമ ഞങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്തല്ലോ. ഈ സിനിമയ്ക്കും ഗുണം ചെയ്തല്ലോ. 100%. നിവിൻ ഈ സിനിമ ഞങ്ങളുടെ ഇത് വരുന്നതിന് മുമ്പ് നിവിൻ വലിയ പ്ലസിലായി പോയി. എല്ലാവരും ഇപ്പൊ നമ്മളെ ആണെങ്കിലും വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും ആ സിനിമ റിലീസ് ചെയ്തത് ഭയങ്കര ഗുണകരമായി പോയി. നിവിന്റെ ഒരു ഭയങ്കര പ്ലസ്, ഭയങ്കര എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായി പോയല്ലോ നിവിൻ പറഞ്ഞത്. സിനിമ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവര് പോലും ആ സിനിമയും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നിവിനെ നിവിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു സിനിമ അതാണ്. അത്തരം ഒരു സിനിമകൾ ഇതിനു മുമ്പൊക്കെ പല സിനിമകളും നിവിൻ ചെയ്തിട്ടുണ്ട്, വിജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് തിരിച്ചൊരു വരവെന്ന് പറയുന്ന ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു പേഴ്സണൽ, അല്ലേ? അതെ, വലിയ സിനിമകൾ ചെയ്തിട്ട് പോലും ഞാനിത് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒന്നും പ്രതീക്ഷയില്ല. ഇതൊരു ഗസ്റ്റ് റോളാണ്. കാരണം കഥ പറയുന്നത് ധ്യാന്റെയും അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പരിപാടിയാണല്ലോ, പ്രണയവിന്റെയും പറഞ്ഞോളൂ. അപ്പോൾ ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വന്നു പോകുന്ന ചെറിയ തമാശ ഉണ്ടാവുന്നല്ലാതെ ഇതിനെ ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായത് വിനീതിന്റെ ബുദ്ധിയാണോ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് വീണ്ടും വന്ന് സ്റ്റേജിലും കൂടെ പറയിക്കുമ്പോഴാണ് ഒന്നും കൂടെ ഹൈപ്പായത്. എന്തായാലും ഈ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിവിന്? ഇത് എന്ത് പറ്റിയെന്ന് പറയുന്നത്, ഇതിന്റെ പ്രൊമോ എല്ലാം നമ്മൾ അതിന്റെ റിലീസിന് മുമ്പ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മുടെ പ്രൊമോ എല്ലാം ഹ്യൂമർ ആയിരുന്നല്ലോ. അപ്പോൾ ചിലവർ ചോദിച്ചപ്പോൾ ആ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വെച്ചിട്ടാണോ ഇതിന്റെ പ്രൊമോ ചെയ്തതെന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ സ്പിൻ ഓഫ് ക്യാരക്ടർ ആണോ എന്ന് വരെ ചോദിച്ചു. ഏത് വർഷങ്ങൾക്ക് ശേഷത്തിലെ ക്യാരക്ടറിന്റെ ഇതാണോ, അതല്ലാതെ പിന്നെ നമ്മള് പിന്നീടാണ് ടീസറും കാര്യങ്ങളൊക്കെ വിട്ട് അതിനൊരു. അപ്പോൾ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ കിട്ടിയ ഒരു റിസപ്ഷനും അതിന്റെ പിന്നാലെ നമ്മുടെ പ്രൊമോസ് എല്ലാം എന്റർടൈൻമെന്റ് പരിപാടികളാവുകയും ചെയ്തു. അപ്പോഴാണ് നമുക്ക് ടെൻഷനായത്. കാരണം പടം അങ്ങനെയല്ലല്ലോ പോകുന്നത്, പടം ഒരു വേറൊരു മീറ്ററിൽ പോകുന്ന സിനിമയാണ്. പിന്നെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രസ് മീറ്റും പിന്നെ നമ്മുടെ ടീസറും മാറ്റിയൊന്ന് വിടുക ചെയ്തു, അല്ലേ? അതിൽ പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ സത്യസന്ധമായ ഡയലോഗുകളല്ലേ? ഏതാ? നമ്മളെ വർഷങ്ങൾക്ക് ശേഷം ഉറപ്പല്ലേ, അല്ലേ? നമ്മുടെ തന്നെ ജീവിതം തന്നെയല്ല പറഞ്ഞത്. അതെ അതെ അല്ലേ? നമ്മുടെ ജീവിതം കണ്ടിട്ടായിരിക്കണമല്ലോ സാർ അത് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ആലോചിച്ച് ചെയ്ത സാധനം അത് നിങ്ങൾ കൂടെ നടന്നവരുമാണല്ലോ. അതെ അതെ, അടുത്തിരുന്ന് കണ്ട് എഴുതാണല്ലോ, ചേർന്നിരുന്ന് തന്നെ എഴുതിയാണല്ലോ. അല്ല, ഈ സിനിമയിലും അതേ രീതിക്ക് നിങ്ങൾ രണ്ട് ധ്യാനും നിങ്ങളും ആ തടിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് മനഃപൂർവ്വം എഴുതി ചേർത്താണോ ഇദ്ദേഹം? അല്ലല്ല, അതുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് പറയുന്ന രീതി നമ്മളെ സ്പോട്ടിൽ എന്തോ ഇംപ്രൂവൈസ് ചെയ്തതാണ്. തിരിച്ചു പറഞ്ഞാൽ മതി എന്ന് നീ പറഞ്ഞു. അതായത് നിവിൻ ആദ്യം ഗോപി പറയുന്നതായിട്ടായിരുന്നു ആദ്യം വെച്ചിരുന്നത്. പിന്നെ അത് തിരിക്കാന്ന് വിചാരിച്ചു. നീ ഒന്നും മെലിഞ്ഞു കേട്ടോ.
അങ്ങനെ ശരിക്കും നേരെ പറഞ്ഞ ഗോപി അങ്ങോട്ട് പറയാനോ ആ ആ നമ്മൾ നേരെ തിരിച്ച് flip ചെയ്തു. സ്പോട്ടിൽ നേരെ ഒന്ന് അപ്പോഴേക്കും ഗോപിയോട് നീ ഷമി അടിച്ചു. അല്ല അതും ഈ സിനിമയിൽ രസമായിട്ടുണ്ട്. ആ ഡയലോഗ് രസമാണ്, അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയായിരുന്നു. ആ ധ്യാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷെഡ്യൂൾ അഭിനയിക്കാൻ വന്നപ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ടാ വന്നേ. എന്നിട്ട് ഉള്ളിലല്ല ഇതെല്ലാം അതെ അതെ നമ്മളെ Pad ഒക്കെ pad വെച്ചിട്ട്. ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സാഹിബിന്റെ അങ്ങനെയാണോ, സാഹിബ് ഇതേപോലെ ഇരുന്നേ നമ്മളാ സാഹിബിന് ഇപ്പൊ വയറൊന്നും ഇല്ല. ഇതരെ പുള്ളിക്ക് വയറില്ല, പുള്ളിക്ക് വയറില്ല. അത് പറയണോ മറ്റേ അത് മൊത്തം ആക്ച്വലി നമ്മള് വെച്ചതാ, ബോഡി സൂട്ട് വെച്ചതാ. അതല്ലേ സാഹിബിന്റെ വയറ് തോന്നിക്കാനും പിന്നെ CG ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അപ്പൊ ധ്യാന്റെ ഗസ്റ്റ് ഞാൻ ഇതേപോലെ പാഡ് ചെയ്തു മൈൻഡ്. കാര്യം എന്താന്ന് വെച്ചാൽ മെലിഞ്ഞ് വർഷങ്ങൾക്ക് ഒരു ഷെഡ്യൂളിന്റെ സമയത്താണ് നമുക്ക് കിട്ടിയത്. അന്നേരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു. അപ്പൊ നമ്മള് വയറ് വെക്കേണ്ടത് അങ്ങനെ ചെയ്തു അല്ലേ. നിവിനൊന്നും ചെയ്യേണ്ട വന്നില്ല. ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ഞാൻ ക്യാരക്ടർ ഒരു പരിപാടി പിടിച്ചാൽ പിന്നെ അത് മാറുന്ന പ്രശ്നമില്ല. ടിൽ നൗ ഈ പ്രൊമോഷൻ വരെ ഞാൻ ക്യാരക്ടർ കണ്ടിന്യൂറ്റി. ഇനി ഒരു 1 വീക്ക് പ്രൊമോഷൻ കൂടി ഉണ്ട്, അത് വരെ അതുവരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോഴാലോചിക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡയലോഗ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഒരാഴ്ച കൂടെ പ്രൊമോഷൻ ഉണ്ട് ഇതിന്റെ. പിന്നെ അപ്പൊ ഈ രീതി തന്നെ തുടരും. ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമുക്ക് നോക്കാം. ഇത് കഴിയട്ടെ, ശ്രമിക്കാം. പക്ഷെ ശ്രമിച്ചു ആ കണ്ടിന്യൂറ്റി എനിക്ക് തോന്നുന്നു അടുത്ത സിനിമയിൽ തുടർന്നുകൊണ്ടിരിക്കാന്നല്ലേ. വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അടുത്ത അതിന്റെ ഒരു രണ്ട് ചർച്ച സിനിമകൾ ഇത് കണ്ടിന്യൂ പിടിച്ചോണ്ട് അതിന്റെ ഒരു ചർച്ച ഞങ്ങൾ സംവിധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അങ്ങനെ വേണം. നമ്മൾ എന്തിനാ നമ്മുടെ ശരീരങ്ങൾ അഭിനയിക്കുന്നത്. പിന്നെ ഡിജോ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, അത് സാർ ഓക്കെ ആക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ കയറും അല്ലേടാ. ആരെ ഒക്കെ ആക്കണം. സാറ് ഒരു ഇപ്പൊ പടം ഇറങ്ങിയിട്ടില്ലല്ലോ, അതൊന്ന് 5-6 ദിവസം കൂടി കഴിയട്ടെ, സെറ്റ് ആക്കണം അല്ലേ. പക്ഷെ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ അനൗൺസ് ചെയ്ത് പോകായിരുന്നു. അതെങ്കിലും ബ്രേക്കിംഗ് ആയിട്ട് വരട്ടെ. ലിസ്റ്റും കേട്ടല്ലോ, ലിസ്റ്റിനെ പറയണ്ടല്ലോ ഇപ്പൊ പറയണത്. ലിസ്റ്റും കേട്ട കഥ ഇല്ലേ, ഞാൻ കേട്ടില്ല. ഇവൻ കുറെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാ നിവിനോട് പറഞ്ഞെന്ന് അറിയത്തില്ല. അതാണ് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഡിജോ. നിവിനെ ലിസ്റ്റിനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. നമ്മള് സിനിമ ചെയ്യാൻ ചിലരൊക്കെ ചവറ് വെട്ടി വരത്തില്ല. അത് ക്ലിയർ ചെയ്തേ പോവുള്ളൂ. നമ്മളെ ക്ലിയർ ചെയ്ത് അടുത്തതിലേക്ക് പോകാന്നുള്ള ആളല്ല. വെച്ചിട്ട് ഡിജോ പോവില്ല. ഡിജോ ഞാനൊന്നും ചോദിച്ചാലോ അവിടെ എന്റെ തലയിലേക്ക് ഇടല്ലേ, എന്റെ തലയിലേക്ക് ഇടല്ലേ. ശരിയാണോ? അല്ല, ഈ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ സിനിമയുടെ വലിപ്പം മനസ്സിലാവുന്നത്. നമ്മൾ ചിലപ്പോൾ 35 ദിവസം എന്ന് പറയുന്നത് 50 ദിവസത്തേക്ക് പോകും. സിനിമയുടെ വലിപ്പം കൂടുന്തോറുമാണ് സിനിമ നന്നാവുന്നത്. അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് ഡയറക്ടർ തയ്യാറാവില്ല, അതിനോടൊപ്പം ഒരു പ്രൊഡ്യൂസർ നിൽക്കുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ വിജയം. 100%. ഇപ്പൊ നമ്മളിപ്പോ നിന്നില്ലെങ്കിൽ നമ്മളിപ്പോ ഓക്കെ എടാ നീ അങ്ങനെയല്ല പറഞ്ഞു, നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കൂടി പോയി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവനോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത് ഇത്ര നീണ്ടുപോകത്തില്ല. കാരണം സിനിമ സക്സസ് ആവണം. നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ സിനിമ. നമ്മൾ നോ കോംപ്രമൈസ്. OTTയുടെ ഒരു ഇതുപോലും ഇവൻ കഴിഞ്ഞു എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സിനിമയിൽ പല സോങ്ങുകളും അല്ലെ പല കാര്യങ്ങളും കുറച്ചുകൂടി ഇതായത്, എക്സ്റ്റൻഡ് ആയി പോയത്. കാരണം തൊട്ടെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്തതാണ്, അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ഇതിൽ ഉണ്ടാക്കിയില്ല. കാര്യം സിനിമയുടെ എന്തെങ്കിലും സ്വഭാവം നമുക്ക് പുറത്തു വിടാൻ പറ്റുമോ, എല്ലാ കാര്യത്തിനും 6 പാട്ടുണ്ട്, ഏതെങ്കിലും പാട്ട് കുറയ്ക്കണോ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് സിനിമയുടെ ഒപ്പം നിന്ന പ്രൊഡ്യൂസറാണ്. ഇല്ലെങ്കിൽ നിവിൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഇന്റർവ്യൂസിൽ തന്നെ കഴിഞ്ഞ 4-5 സിനിമകൾ ഇങ്ങനെ ഫ്ലോപ്പായിട്ട് ഇവൻ ഇരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്രയും ബഡ്ജറ്റ് സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും സിനിമയ്ക്കൊപ്പം തന്നെയാണ് നിന്നത്. എൻ്റെ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, നിവിൻ്റെ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുക എന്നുള്ളത്, ഡയറക്ടറെ പാർട്ട് ഇതിനകത്ത് ഡയറക്ഷൻ നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്യുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പാർട്ട് ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളൂ. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് ഇത് നല്ല രീതിയിൽ ചെയ്താലേ ഉള്ളൂ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ സിനിമ കാട്ടിയവരായിക്കോട്ടെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇതിനകത്ത്. അതാണ് നമ്മുടെ ഒരു സന്തോഷം. അതിലുപരി ഇതൊരു നമ്മളിപ്പോൾ എത്രയോ സിനിമകൾ നിർമ്മിക്കുന്നു. അതുകൊണ്ട് ചിലത് പരാജയപ്പെട്ടു പോയ സിനിമകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു സിനിമ, ഒരു സന്തോഷം. എന്തുകൊണ്ടിട്ടാണ് ഹൈദരലി തന്നെ ഈവൻ കണ്ടിട്ട് തന്നെ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് ഞാൻ ചോദിക്കുന്ന ഒരു ഹൈദരലി എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരു സിനിമ പ്രേക്ഷകനാണ്. കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ ലിസ്ന ഇത് ഇവർ തമ്മിലുള്ള ഒരു ഹ്യൂമർ അത്ര അങ്ങ് ഇല്ലല്ലോ എന്നുള്ള പറഞ്ഞ ആള് പടം കണ്ടു കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ലാസ്റ്റത്തെ 20 മിനിറ്റ് സൂപ്പർ ആട്ടോ, ഒരു മനസ്സിനെ ടച്ച് ചെയ്യുന്ന. എന്തിനാണ് നമ്മൾ മാറിയിരുന്നതിന് എത്ര നേരം സംസാരിക്കും, അതാണ് സിനിമ. അത് നമുക്ക് എനിക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ കോംബോ, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ
ഒരു സിനിമ കാണാത്തൊരു കണ്ട് മനസ്സിലാക്കുന്നത് ആ ഒരു സീൻ കണ്ട് പിന്നീട് നാട്ടിലേക്ക് പോകുന്ന ആ സീൻ നമ്മുടെ മനസ്സലിയിക്കുന്ന കാഴ്ചകൾ പോലെ ആ പെൺകുട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ചു, പറയാതിരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സൊന്ന് കുലുക്കിയ ഒരു വേഷമായിരുന്നു. അത് നിവിനും അത് ഗംഭീരമായിട്ട് ചെയ്യുവാണ്. ഞാൻ പിന്നെ ഒരു ട്രാക്ക് കൂടെ ഇട്ട് കൊടുത്ത് ഇത് കുറച്ചുകൂടെ ക്ലാസ് സിനിമ കണ്ടിട്ട് കുറച്ചുകൂടെ ക്ലാസ് ആളുകൾക്കാണ് ഇത് കൂടുതൽ അപ്പൊ ഉടനെ എനിക്ക് നിനക്കൊക്കെ ഓക്കേടാ, പക്ഷെ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നോക്കണ്ടേ? അല്ല തീർച്ചയായിട്ടും മറ്റു സാധാ ഓഡിയൻസിന്റെ നോക്കണ്ട. അല്ല തീർച്ചയായിട്ടും അല്ല അതല്ല നമ്മളിപ്പോ കവിതയിലായാലും നമ്മുടെ സാധാ വലിയ തിയേറ്റേഴ്സിൽ അവര് കൈയടിച്ച് ഇറങ്ങുമ്പോൾ കണ്ണു നനയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ ഇന്നലെ റിലീസിംഗ് ഡേയില് അതായത് എറണാകുളത്ത് തന്നെ എത്ര സ്ക്രീനിൽ ഇന്നലെ കളിച്ചു? 120 സ്ക്രീനുകൾ. അല്ല ഞാൻ പറഞ്ഞത് എത്ര സ്ക്രീനുകൾ കളിച്ചു. കവിത പോലെയുള്ള സ്ക്രീൻ, എറണാകുളം ഷേണൈസ് പോലെയുള്ള അടുത്ത് എത്രയോ സ്ക്രീനാണ് ചെയ്തത്. എല്ലാ ഷോസും ഫുള്ള് 11:50 ഈ പറഞ്ഞ എല്ലായിടത്തും 11:50 ഷോസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഫുള്ളാകുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്രൗഡ് 17,000 പേര് ഈ എറണാകുളം പോലെയുള്ള തിയേറ്ററുകളിലേക്ക് വരണം, അപ്പോഴല്ലേ ഇത് ഫുള്ളാവുള്ളൂ. അതാണ് നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ളത്. ഇപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ വേറെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഒപ്പീനിയൻ ഡിഫറെന്റ് ഉണ്ട് എങ്കിൽ തിയേറ്ററിലേക്കുള്ള ക്രൗഡ് ഇപ്പൊ നമ്മൾ ഇന്നലെ സംസാരിച്ച ഇത്രയും ബുക്കിംഗ് നിന്റെ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. നമ്മൾ തീർച്ചയായിട്ടും ഗരുഡൊന്നും ഇത്രയും ബുക്കിംഗ് കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. അല്ല അതാ ഞാൻ ഡിജയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് ആ സിനിമകൾ ചെയ്യുമ്പം ഫസ്റ്റ് ഷോ മുതലാണ് അത് റേസ് ആവുന്നത്. ആക്ച്വലി ഈവൻ ഗരുഡൻ ആണെങ്കിലും എല്ലാം ഈവനിങ് ഷോ മുതലാണ് റേസ് ആയത്. ഇത് നമുക്ക് തുടക്കം മുതലേ നമുക്കൊരു ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ അതിന്റെ ഒരു നല്ല സൈൻ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഒരു പേടി നിന്നത്. കാരണം ഇതൊരു ഈ ഹൈപ്പ് ഇത്രയും വന്നത് കൊണ്ടിട്ട്, നോർമലി ഇത്രയും ഹൈപ്പ് കിട്ടിയോണ്ടിട്ട് ഇത് അപകടമാകുമെന്ന് ഞങ്ങൾക്കൊരു സംശയം വന്നതുകൊണ്ടിട്ടാണ്. കാരണം ഞങ്ങൾ ഇതിന്റെ കുറെ പേര്, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഇവന്റെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും ഇവന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ എല്ലാവരും പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഹ്യൂമർ കുറച്ച് കുറവാണോ എന്നൊരു സംശയം എല്ലാവർക്കും വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച സിനിമ ഇതല്ല എന്ന അവരുടെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നും ഭയപ്പെട്ടു പോയത്. അപ്പം ഞങ്ങൾ സീരിയസ് ആയി അല്ല അത് എല്ലാവരും അത് ചോദിക്കണം. അത് തന്നെയാണ് ഞാനും തുടക്കത്തിൽ ചോദിച്ചത്. നമ്മൾ ഇവരുടെ കയ്യിൽ ഇവരെ രണ്ടുപേരെയും ഒരു സംവിധായകന്റെ കൈ കിട്ടിയിട്ട് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി പോയി അവിടെ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്തിട്ടില്ലല്ലോ നമ്മൾ. വേണ്ട സ്ഥലങ്ങളിൽ ആ സാധനം കൊടുക്കില്ല. അത് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ സത്യൻ സാറിന്റെ സിനിമയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ വളരെ സട്ടിൽ അല്ലാണ്ട് ഓവർഡൂ ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതിന് നമ്മൾ ആ ഒരു ജേർണിയുടെ ഒപ്പം ഭാഗമായ തീർച്ചയായും. ഇന്നലെ ഒത്തിരി പേർക്ക് ടിക്കറ്റ്, നമ്മളെ മൂവിമാന്റെ അവന് സിനിമ പറ്റിയിട്ടില്ല, അവന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് വന്ന് ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ കാണാൻ പറ്റിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. സിനാൻ പറഞ്ഞു ടിക്കറ്റ് കിട്ടിയില്ല എന്ന് ഇന്നലെ. അവൻ ഒത്തിരി നോക്കിയാണ്. അപ്പൊ ഇന്നലെ ടിക്കറ്റ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. ഇന്നും ഇന്നലെ തന്നെ നമ്മുടെ കുറെ ബാങ്കിലുള്ള നമ്മുടെ പടം വർക്ക് ചെയ്തവര്, അല്ല ഈ പടത്തിന് വേണ്ടിയിട്ട് നിന്ന് ബാങ്കിലുള്ള കുറെ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ട് എനിക്ക് ഈവൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന്, എന്നിട്ട് അവർക്ക് ഇന്നാണ് ഞാൻ ടിക്കറ്റ് ഈവൻ കൊടുത്തത്. അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അത് ആസ്വദിക്കുവാണല്ലോ. ലിസ്റ്റ് ഞങ്ങൾക്ക് നോക്കിയിട്ടിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണല്ലോ മേ ബി ഈ ഫ്രണ്ട് റോ ആണ് കിട്ടുന്നതെങ്കിൽ അവരത് താല്പര്യപ്പെടുത്തില്ല. ലിസ്റ്റ് അപ്പൊ എങ്ങനെയെങ്കിലും എടുത്തു തരാമെന്ന് ചോദിച്ച് നമുക്ക് കോള് വരുമല്ലോ. അപ്പൊ അതാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പൊ സിനിമ ഒരു പൈസ കിട്ടുന്നത് സന്തോഷമാണ് ഓഫ് കോഴ്സ്. പക്ഷെ അതിലുപരി ഒരു സൂപ്പർ സിനിമയാണ് കേട്ടോ, ഗുഡ് സിനിമയാണ് എന്ന് പറഞ്ഞ് ആ കിട്ടുന്ന മെസ്സേജിലാണ് കൂടുതലൊരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ. ഒരു മാറ്റമില്ല. ഈ നിവിൻ ഇദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻ കുറേ ഉണ്ട് അവിടെ. നമുക്ക് അവിടെ അവിടുത്തെ താമസ സ്ഥലത്തും ആ എലിയുടെ ഒക്കെ സീക്വൻസ് ഒക്കെ ഭയങ്കര, പൂച്ചയുടെ സീക്വൻസ് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ, ഡയലോഗിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം സംസാരിച്ചത് എന്തായിരിക്കും? എന്താണ് ആദ്യം സംസാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്? ഹലോ ഹലോ ആ പോലെ തന്നെ ഹലോ. He's asking what did we speak first time hello. Said hello. Copy paste hello. Next. ഇല്ല, നമ്മളിത് ആദ്യമേ ഡിജോന്റെ ഓഡീഷന്റെ വീഡിയോ ഇത് കാണിച്ചപ്പോഴാണ് ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ എനിക്ക് ഫുൾ മേക്കപ്പില്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഫുൾ മേക്കപ്പിൽ. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാഹിബ്, ഈ സാഹിബും അതും ഭയങ്കര വ്യത്യാസമല്ലേ. പിന്നെ ഇത് ആക്കിയുടെ കാര്യം എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ അമരീഷ് പുരി
ആ രീതിയിലേക്ക് ഒരു ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇഷ്ടമില്ല അമിതാഭ് ബച്ചൻ ആ, സ്റ്റൈൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ Thank you, guys. ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ आज ചെറിയ आपका आज आप അമിതാഭ് സാർ दो बिरयानी लेको സ്റ്റൈൽ. दो बिरयानी What's that? अमिताभ बच्चन बोला ना 2 बिरयानी 2 biryani? इसका दे दो So day one say I'm getting from producer everything. I don't want to give anything to anyone. ഇതിന്റെ തലയിലേക്ക് എല്ലാം തന്നിട്ടുണ്ടല്ലോ ആ ഒരു കോംബോ ഉണ്ടല്ലോ നിങ്ങളുടെ ഹൈറ്റിലാണല്ലോ നേരത്തെ ടീച്ചർ പറഞ്ഞില്ല അത് ഗംഭീരമായിട്ട് ചെയ്യും. പിന്നെ ആ കിടക്കാൻ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സീൻ ആ സീൻ ഗംഭീരമായിട്ടുള്ള അതൊക്കെ എങ്ങനെ ആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മനസ്സിലൊരു ചിരിയും വരുന്നു ഉള്ളിലൊരു ചിരിയും വരുന്നുണ്ടായിരിക്കുമല്ലോ ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അത് സാഹിബ് എപ്പോഴും പറയും this guy is laughing all the time when I say my dialogues. Seriously, I think one scene was there. I was speaking a very intense scene. I was speaking my lines, and this guy. I said, "What's going on, man? I'm speaking like your headache, your problem." നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ തരണം ചെയ്ത് പോണല്ലോ. യാത്ര ചെയ്യുന്ന ആളാണല്ലോ നമ്മൾ അതെ, അതെ. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര നിങ്ങൾ മലയാളം ഇത് ഡയലോഗ് മൊത്തം ഡബ് ചെയ്യുന്നു മലയാളം നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു? ഞങ്ങള് സംസാരിക്കും അപ്പൊ പുള്ളി അവിടെ നിന്ന് ക്യാ ബോല പിന്നെ മാങ്കുട്ടി വിളിക്കും पूरा शूटिंग स्थल में 3-4 आदमी मलयालम बात कर रहा है अब समझ नहीं आएगा I क्या told, करेगा? Let them continue. Only one thing I understand. Deepak, you are ready. Yes, sir. बस Otherwise, full dumb and deaf. Sitting quietly. डबिंग पूरा आप डबिंग कर रहा है ना Dubbing किया मैंने. कितना दिन में? I told you, na, it's very painful for me. 8 days, 4 hours, 32 minutes, 16 seconds. I still remember. 15 seconds Yes, also. दूसरा दस्ते No, because I was going to for this thing, you know. 16 seconds. That's why. അല്ല ആ ഡയലോഗുകൾ അത്രയും പറയണമെങ്കിലേ അല്ല ഭയങ്കര പാടാണ് പുള്ളിയെ ശരിക്കും സമ്മതിക്കണം. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഡയലോഗുകളാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗുകൾ നിവിനുമായിട്ട് പറയണ മറ്റേ വിളിക്കുന്ന ഡയലോഗുകളുണ്ട് മറ്റു ഡയലോഗുകളുണ്ടല്ലോ അത് ചീത്ത വിളിക്കുന്നത്. ചീത്ത വിളിക്കുന്ന മലയാളി ഏഹ് തലേ മലയാളി എന്ന് വിളിക്കും. കള്ള മലയാളി മോനെ കള്ള മലയാളി മോനെ. കേവല കല്ല Kalla Malayali Mone. Eh? Kalla Malayali Mone. And full shooting, and if my lines are there, everyone is having fun, you know me. Lines. And then this guy is sitting there, you know. Main culprit. Bindo. Not ready. Bindo. Not ready. Okay. Dijo. I said, Deepak like this, you know. Sir, action. And this guy. ഏറ്റവും രസം പുള്ളി എല്ലാ ഡയലോഗ്സും പഠിക്കും. അപ്പൊ ഷാരിസ് വരും പേനയായിട്ട്. പുള്ളി എവിടെ നിന്നോ ഷാരിസ് എഴുതുന്നുണ്ടാവും, പുള്ളി എവിടെ നിന്ന് പഠിക്കുന്നുണ്ടാവും. സ്പോട്ടിൽ വരുമ്പോൾ ഷാരിസ് പുതിയ പേപ്പർ എടുക്കും. ദീപക് സാഹിബ് നയ ഡയലോഗ്. അത് മലയാളത്തിലായിരിക്കും. അപ്പൊ പുള്ളി ഇങ്ങനെ വിളിക്കും ഷാരി ആടാന്ന് പറഞ്ഞുകൊണ്ട്. സംഭവമാണല്ലേ ഡയലോഗ് പെട്ടെന്ന് മാറ്റി കൊടുക്കുമ്പോ സ്പോട്ട് ഇംപ്രസേഷൻ ആണല്ലോ. പാടുപെട്ടാണ് പഠിച്ചിട്ട് വരുന്നത്. ഷാരിസ് മറ്റേ ഇങ്ങനെ തലേദിവസം തിളച്ച് എഴുതായിരിക്കും. സ്പോട്ട് വരുമ്പോ മാറുമല്ലേ? വരുമ്പോ നമ്മള് കട്ട് ചെയ്യും. അപ്പൊ കട്ട് ചെയ്യുമ്പോഴും പ്രശ്നം, ആഡ് ചെയ്യുമ്പോഴും പ്രോബ്ലം. അങ്ങനെ ഈ സിനിമയിൽ എനിക്ക് ആ എലിയുടെ ക്യാരക്ടറും പൂച്ചയുടെ ക്യാരക്ടറും അത് എന്റെ മനസ്സിൽ പിന്നീട് ചിന്തിച്ചപ്പോൾ അത് മെയിൻ ഒരു ക്യാരക്ടറായിട്ടാണ്. അല്ല ബേസിക്കലി പടം ടോം ആൻഡ് ജെറിയാണ്. അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു എലി പെട്ട് കഴിഞ്ഞാൽ പിന്നെ എലി ഇദ്ദേഹമാണ്. അതായത് പിന്നെ അതിനുശേഷം ഷെയർക്കാൻ, മറ്റേ സൈഡില് സാഹിബിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഷെയർക്കാൻ. ഇതാണ് സിനിമയുടെ ഒരു കുറെ എലിമെന്റ്സ്, കാറ്റ് ആൻഡ് മൗസ് ഒരു പരിപാടിയാണ്. ഇതാണ് ഇവൻ ഉദ്ദേശിച്ച അല്ല മറ്റുള്ളവർ ഇത് ഉദ്ദേശിച്ചോ എലി അല്ല ചോദിച്ചു വാങ്ങിക്കാം. ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്താണല്ലോ, VFX അല്ല. നമ്മള് കുറെ എലിമെന്റ്സ് ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മലയാളി ഫ്രം ഇന്ത്യ ഈ പേരാണ് ഏറ്റവും ഷൂട്ടാവുന്നതെന്ന് എങ്ങനെ മനസ്സിലായത്? ഇത് ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയല്ല. ആക്ച്വലി ഇതിന്റെ ആദ്യത്തെ ടൈറ്റിൽ ആൽപ്പറമ്പിൽ ഗോപി ഫ്രം ഇന്ത്യ ആണ്. അങ്ങനെയായിരുന്നു. അത് പിന്നീട് അതൊന്നും ചേരുന്നില്ല, സിനിമയായിട്ട് അങ്ങ് വരാതെ വന്നപ്പോഴാണ് നമ്മൾ അതിനെ മലയാളി ഫ്രം ഇന്ത്യ ആ പേരിലേക്ക് പോയത്. അതെ, അത് കുറെ കാര്യം എന്താ വെച്ചാൽ സാഹിബ് വിളിക്കുന്നത് എന്താ മലയാളി, സാലേ മലയാളി. അപ്പൊ ഇങ്ങനത്തെ അപ്പൊ മലയാളിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത്. അതാണ് നമ്മൾ മലയാളി ഫ്രം ഇന്ത്യ ആ പേര് വന്നു. പിന്നീട് ഒരു മെസ്സേജ്, നല്ല മെസ്സേജും ഈ സിനിമ ഉണ്ട്. ഒരു പാകിസ്ഥാൻ ഇന്ത്യ മെസ്സേജ്. നമ്മൾ പണ്ടൊക്കെ ഭയങ്കര എതിർത്തുകൊണ്ടിരുന്നതാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യ. നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന കാലഘട്ടം ഒരു ക്രിക്കറ്റ് വരുമ്പോൾ അത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു പോകുന്നത്. പക്ഷെ അത് ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട്.
ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു ആത്മബന്ധത്തിൻ്റെ മെസ്സേജും ഈ സിനിമ നന്നായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മെസ്സേജ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരുന്നു. അത്തരം ഒരു മെസ്സേജും കൂടെ ആളുകൾക്ക് എത്തണം. അല്ല ബേസിക്കലി ഇന്ന രാജ്യം മാത്രമല്ല, ഓവറോൾ മനുഷ്യർ തമ്മിൽ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവരും തമ്മിലുള്ള ഒരു യൂണിറ്റി, അതാണ് നമ്മളോട് ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമില്ല ഇതിൽ. ഹ്യൂമൻനെസ്, അതാണ് നമ്മളോട് ഉദ്ദേശിച്ച ഏറ്റവും ഫൈനലി വരുന്നൊരു പോയിന്റ്. കാര്യം ഗോപി അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളെ കാണാൻ പോകുന്നു. അവിടുന്ന് ഒരു യാത്ര, ഒരുപാട് എലിമെന്റ്സ് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഹ്യൂമൻ ബോണ്ടിങ് ആണ് നമ്മൾ സിനിമയിൽ പറയുന്നത്. അത് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ ആ നാട്ടിൽ ഇവിടെ മോളെ കാണാൻ പോയിട്ടുള്ള കുറേ സീനുകളുണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ പറയും എന്നുള്ള പ്രതീക്ഷയാണ്. അത് സിനിമ കാണാത്തവർ പറഞ്ഞു എന്നുള്ളത് പിന്നീട് കണ്ട് മനസ്സിലായി. അത് ഭയങ്കരമായിട്ട് ഇമോഷൻ വർക്കായിട്ടുണ്ട് നിവിൻ്റെ. അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തൊരു സംഭവമാണ്. അത് കുറേ ടൈം എടുക്കേണ്ടി വന്നു. ഇവന് അതിലേക്കൊന്ന് ചേരാൻ വേണ്ടി ഒത്തിരി ടൈം എടുത്തിരുന്നു. അത് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആ ഏരിയ ഭയങ്കര ഇമോഷണലാണ്. നമ്മളവിടെ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്കിത് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു സഫക്കേഷൻ. അത് ആക്ച്വലി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇമോഷണലി ഫീൽ ആവുന്ന ഒരു ഇതാണ്. അതൊക്കെ ഇച്ചിരി സമയം എടുത്താണ് ഇതൊക്കെ ചെയ്തത്. ഞാൻ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഫോൺ കട്ടും ഗംഭീരമായിട്ടുണ്ട്. അവിടെ ആ പെട്ടി നോക്കാൻ വേണ്ടി പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും ഈ പറയുന്ന പോലെ രസകരമായിട്ടുണ്ട്. ഞാൻ നാട്ടിലാണെങ്കിലും ആ ഫോൺ കോളിലും ഇവരുടെ ആ കോംബോ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഡിജോ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല എന്ന് നമ്മൾ ഹ്യൂമർ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ ഫുൾ ടൈം മുഴുനീളം എന്നല്ല, അതിനെ വളരെ ഫോണിലൂടെ ആണെങ്കിലും ചിലർ പറഞ്ഞു, ഇപ്പൊ ഹൈദരാലി പറഞ്ഞ പോലെ അവിടെയാണ് കുറച്ചും കൂടെ രസം കൂടിയതെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ എന്തായാലും നിവിൻ ഇനി ഇത് തന്നെ തുടരുക, അടുത്ത സിനിമ വരെ ഈ ശരീരം ഇങ്ങനെ തന്നെ തുടരുക എന്ന് നേരത്തെ പോലെ അങ്ങ് തുടർന്ന് പോവുക. അതിന് നല്ല സിനിമ വന്നാലും നമ്മൾ ഒന്ന് നോക്കാം, ആലോചിക്കാന്നുള്ളൂ. നോക്കാൻ നമ്മൾ ഉറപ്പ് കൊടുക്കൂല. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെങ്കിൽ അങ്ങനെ തന്നെ പോകാൻ നമ്മൾ തീരുമാനിച്ചേക്കണം. അതെ അങ്ങനെ അങ്ങനത്തെ ഒരു പടം വരട്ടെ, മാറും. അങ്ങനത്തെ ഒരു പടം വരും, അപ്പോൾ നമ്മൾ മാറും. ലിസ്റ്റിന് അങ്ങനെ ഒരു പടം ഒന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ എന്നെ വിട്ടേക്ക് എന്നായിരിക്കും. അല്ലല്ല, നമ്മളിപ്പം ആർട്ടിസ്റ്റിന് അനുസരിച്ചുള്ള സ്ക്രിപ്റ്റുകൾ വരുമ്പോഴാണല്ലോ. അപ്പോൾ ഞാൻ നിവിനുമായിട്ട് ഇത്രയും നാളും പടം ഈവൻ ചെയ്തിട്ടില്ല. നിവിന് പറ്റിയൊരു സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് നിവിനെ അപ്രോച്ച് ചെയ്ത്. ഞാൻ അതിൻ്റെ ഇടയിലൊന്നും നിവിനുമായിട്ട് സിനിമകൾ ചെയ്തിട്ടില്ല. സോ അതുപോലെ നിവിന് ആപ്റ്റായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ വരുവാണോ ഉറപ്പായിട്ടും നിവിനെ അപ്രോച്ച് ചെയ്യുമല്ലോ. നിവിനായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ്. അതെ, തുറമുഖം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് പിന്നീട് നിങ്ങൾ കൈകോർത്തിരിക്കുകയാണ്. അതെ, ആ കൈകോർത്ത് ഇങ്ങനെയുള്ള യാത്രയാണ്. യാത്ര ഇനിയും തുടരണം. തീർച്ചയായിട്ടും. ജനങ്ങളെ നിന്ന് വിടാതെ ഇവിടെ നിൽക്കുന്ന പോലെ ഇനി നിങ്ങൾ കണ്ടും ഇങ്ങനെ എല്ലാവരും യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. തീർച്ചയായിട്ടും. നല്ല നല്ല സിനിമകൾ തരുന്ന പ്രൊഡ്യൂസറാണ്. തീർച്ചയായും. ചില സമയത്തെങ്കിലും എന്തെങ്കിലും പാളിപ്പോയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, സിനിമകളല്ല, നമ്മളെല്ലാം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം ഇവൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നിവിൻ ഇതെന്താണ് കമ്മിറ്റ് ചെയ്യുമ്പോൾ നിവിൻ്റെയും ഒരു വിശ്വാസം, മനസ്സിലായോ? ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴുള്ള വിശ്വാസം. റിസൾട്ട് ചിലപ്പോൾ അത് വരണമെന്നില്ല. ഏത് സബ്ജക്റ്റിൽ എടുക്കുമ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ഇപ്പം ഈവൻ സംഭവിക്കാം. പക്ഷെ നമ്മൾ ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ തന്നെ ജഡ്ജ്മെൻ്റ് അല്ല, നമ്മുടെ ഓഫീസിലുള്ള പല ആൾക്കാരല്ലേ നമുക്ക് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ച് ഒരു കോൺഫിഡൻസ് എടുക്കുന്നതാണ്. അപ്പോൾ അവർ വേറെ നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, ഫിനാൻഷ്യലി സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ഒരു വേർഡ് വായിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ അടുത്തടുത്ത ആളുകളിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ സിനിമ സംഭവിക്കുന്നതാണല്ലോ. വിജയമാണെങ്കിലും അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. ഇപ്പോൾ നിവിൻ്റെ തന്നെ പരാജയപ്പെട്ട സിനിമ, എൻ്റെ പരാജയപ്പെട്ട സിനിമ, അതൊക്കെ വിജയിക്കും എന്ന് ഓർത്ത് തന്നെ കമ്മിറ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷേ നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ അയ്യോ ഇത് എന്തുകൊണ്ടിട്ടാണ് ഇത് കമ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അടുത്തത് കൂടുതൽ ശ്രദ്ധിച്ചെടുക്കുക. തീർച്ചയായും ശ്രദ്ധിക്കാന്നുള്ള. അപ്പോൾ നമുക്ക് സിനിമ സൂപ്പറായിട്ട് ഓടുന്നു, നല്ല സ്ക്രീനുകൾ വീണ്ടും എണ്ണം കൂടുന്നു, കാണാനുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു, കണ്ടവർ നല്ല അഭിപ്രായം പറയുന്നു, എതിർക്കുന്നവർ എതിർത്തുകൊണ്ടേയിരിക്കുള്ളൂ എന്നും അത് ഒരു മാറ്റം ഒരു കാലത്തും ഒരു സിനിമയ്ക്കും സംഭവിക്കാറില്ല എന്ന കാര്യം സംശയമില്ല. ഓക്കേനാ? പോലോ, എൻ്റെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ റിലീസ്, എല്ലാവരും ഒന്ന് കാണണം. പോലോ സിനിമ മലയാളം മലയാളി ഫ്രം ഇന്ത്യ. നീ പറഞ്ഞു കൊടുക്കും. ഹിന്ദി സിനിമ, ഹിന്ദി സിനിമ എൻ്റെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ, മലയാളി ഫ്രം ഇന്ത്യ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നന്ദി. സൂപ്പറാണ്. ഹിന്ദി
ഹിന്ദി മാലുവന हिंदी हमारा है ആ മാലുവന ഹിന്ദി ലിസ്റ്റ് മാലുവ ഹിന്ദി ആ ലിസ്റ്റ് പ്രൊഡ്യൂസർ ഹിന്ദി മാലുവ നയീം അല്ല, ഞങ്ങൾ ഇത്ര നാൾ സംസാരിക്കില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്. നയീം അല്ല, ജഗടാ ജഗടാ. അപ്പം സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നു. സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇനിയും ഇതിൻ്റെ 25-50 ദിവസമൊക്കെ ആഘോഷങ്ങളുടെ ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. നിവിൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണെങ്കിൽ ഇനിയും തെളിച്ച് യാത്ര ചെയ്യുക. എല്ലാവരും ഉണ്ടാകും കൂടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.